മാട്രസിൻ്റെ സർഫസിലെ ചൂട് കുറയ്ക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, അല്ലെ എത്രത്തോളം ചൂടുണ്ട് എന്നതിനെ പറ്റി കൺസ്യൂമറിന് യാതൊരുവിധ അവയർനെസ്സും ഒരു ബ്രാൻഡും ഒരു ഷോറൂമും അറ്റ് പ്രസൻറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മാട്രസിൻ്റെ സർഫസിലുണ്ടാകുന്ന ചൂട് എത്ര പെട്ടെന്നാണ് കുറയുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ളത്. ഈ ഒരു ഫെസിലിറ്റി ഞങ്ങളുടെ ഷോറൂമിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂമിൽ വന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാട്രസ് നിങ്ങളുടെ വീടുകളിൽ ട്രയൽ എടുക്കുമ്പോഴോ ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാട്രസ് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ പ്രൊവിഷൻ നൽകുന്നുണ്ട്. ഈ വീഡിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരാൾ മാട്രസിൽ കടന്നാലുള്ള ഇമ്പാക്റ്റ് കാണിക്കുന്നതാണ്. ഈ ഫീൽഡിൽ 3 പോയിന്റ്സ് ഉണ്ട്. അതിലൊന്ന് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറും, മറ്റൊന്ന് ആ ഫീൽഡിലെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചറും, 3 പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ് ആൾ കടന്ന ആളുടെ ബോഡി ടെമ്പറേച്ചറും മാട്രസ് അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള വേരിയേഷൻസുമാണ്. അത് മാട്രസ് ബാക്ക് ടു നോർമൽ, അതായത് സ്റ്റാർട്ടിംഗ് ലെവലിലോട്ട് മാറുന്നതിൻ്റെ സ്പീഡാണ് നിങ്ങൾ ഈ കാണുന്ന ആ പോയിന്റിൽ. അത് വരുന്നത് ആ മാട്രസ് ഉപയോഗിക്കുന്ന മെറ്റീരിയലും ഫാബ്രിക്കിൻ്റെയും ബ്രത്തബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മാട്രസിൻ്റെ ബ്രത്തബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പെരിഫറേറ്റഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ ലാറ്റക്സ്, ഗ്രിഡ് അങ്ങനെയുള്ള ഫോംസ്. ഇനി അതും അല്ലെങ്കിൽ ഫോമിൻ്റെ സർഫസ്, അതായത് മാട്രസിൻ്റെ സർഫസ് ക്വിൽറ്റ് ചെയ്ത് നമുക്ക് എയർ സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ 2 മെത്തേഡും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് കോൺവേർട്ടഡ് ഫോം. അതായത് ക്വിൽറ്റിങ്ങിന് പകരം ഫോമിനെ തന്നെ ഡിസൈൻ ബേസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സംഭവങ്ങൾ. ഈ 3 രീതിയിലും അതിൻ്റെ കൂട്ടത്തിൽ നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ള ഫാബ്രിക്സിന് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ബ്രത്തബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്.